ഗൈസ് ഏവർക്കും നമസ്കാരം ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഭിജിത്ത് ടാക്രിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. മാഷന്മാര് ഗൈസ് അങ്ങനെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് നമ്മുടെ ജനപ്രിയ നായകനായ നമ്മുടെ സ്വന്തം ദിലീപ് ഏട്ടൻ്റെ മൂവി ബബ്ബബ്ബ ഭയം പറ്റി ബഹുമാനം എന്ന മൂവി കണ്ടു ഗൈസ്. ഞാൻ ഷോണ് കണ്ടത്. ഇനി സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് ഗൈസ്. അവിടെ പോയി തകർത്ത് എന്താ പറയുക കളിച്ച് മറിഞ്ഞ് തിയേറ്ററൊക്കെ അങ്ങനെ പുറപ്പുറമ്പാക്കി വിട്ട പോലെയായിരുന്നു ഗൈസ്. അപ്പോൾ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്, കത്തി നേരോട് കാരണം സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അത് കാരണമാണ് എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാവും ഞാൻ ഇങ്ങനെയെല്ലാം സംസാരിക്കുക എനിക്ക്. അപ്പോൾ ഗൈസ് ബബ്ബബ്ബ എന്ന മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നെഗറ്റീവ് കേൾക്കാൻ ആയിട്ട് കുറച്ച് നാണം കെട്ട എന്തുകൾ വരും. അപ്പോൾ അവന്മാർക്കൊന്നും ഈ വീഡിയോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഗൈസ്. ഇതിൽ പോസിറ്റീവാണ് മാത്രം പറയുന്നുള്ളൂ. നമ്മൾ ഒരു സിനിമ നമ്മൾ തകർക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഉള്ളത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായം ഞാൻ പോയി എൻജോയ് ചെയ്തതും ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ്. ഞാൻ സിനിമയിൽ നിന്ന് കിട്ടിയ 150 രൂപ കൊടുത്തിട്ട് ഒരാൾക്ക് അതിന് എന്ത് കിട്ടി ആ രീതി ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക എൻ്റെ റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. നല്ലത് പറഞ്ഞു ഇല്ലെങ്കിൽ അവർ മോശം സിനിമയാണ് പറഞ്ഞിട്ട് പറയുന്നു, നീ എന്തിനാണ് നിങ്ങളെ വോക്കി അടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ അവിടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അടിക്കാൻ വന്നാൽ ഞാനും നല്ലൊരു മറുപടി ആയിട്ട് നിങ്ങൾക്ക് തരും. അപ്പോൾ റിവ്യൂയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ്, നോ ലോജിക്. ഈ മൂവിക്ക് ലോജിക് ഇല്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോ ലോജിക്, ഓൺലി മാഡ്നസ്. അത് നേരത്തെ തന്നെ ഇവർ കൊടുത്തതിൽ ശരിക്കും നന്നായി ഗൈസ്. ആ സിനിമ തന്നെ വേറെ ഒരു ടൈപ്പിലാണ് ഗൈസ്. ആദ്യം തന്നെ ജനപ്രിയ നായകൻ നമ്മുടെ സ്വന്തം ദിലീപ് ഏട്ടൻ്റെ കംബാക്ക് പടമാണ് ബബ്ബബ്ബ. അയാൾ എത്തിക്കഴിഞ്ഞു ഗൈസ്. എനിവേ ഏട്ടൻ അനിയനെ എന്താ പറയുക മലയാള സിനിമയിലേക്ക് വീണ്ടും കയറ്റി എന്നൊക്കെ പറയും. ഒരു കൈ കൊടുക്കുന്ന രംഗമുണ്ട്. തിയേറ്റർ കത്തി. അത് സിനിമ കണ്ടാൽ മനസ്സിലാവുള്ളൂ. ബട്ട് സ്റ്റിൽ ഗൈസ് ദിലീപ് ഏട്ടനാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം പറയാനുള്ളത്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പുള്ളിയുടെ തിരിച്ചുവരവ് വന്നിരിക്കുകയാണ്. പുള്ളി എവിടെയും പോയിട്ടൊന്നുമില്ല, പക്ഷെ ബട്ട് സ്റ്റിൽ അയാളൊരു കംബാക്ക് പടം എന്ന് വേണമെങ്കിൽ പറയാം ഈ മൂവി. ഇനി എവിടെയും പോവില്ല, ഇനി ആൾ ഇവിടെ തന്നെ ഉണ്ടാവും. ദിസ് ഈസ് ദ കംബാക്ക് മൊമെൻറ്റ്. നമ്മളൊന്നും പ്രതീക്ഷിക്കാണ്ടാണ് ഞാൻ പോയത് സിനിമ കാണാൻ. നമുക്ക് ഒരു ട്രെയിലർ കണ്ടിട്ടോ ട്രീസർ കണ്ടിട്ടോ നമുക്കൊന്നും വിലയിരുത്താൻ പറ്റില്ല. എങ്ങനത്തെ ജോണറാണെന്ന് ഒരു ഐഡിയ ഇല്ല രീതിയിലാണ് നമ്മൾ പോയത്. ബട്ട് സ്റ്റിൽ ഗൈസ് എന്താ പറയുക, ഈ ലോകേഷിൻ്റെ ഒക്കെ ഈ കൈദി വിക്രം ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സാധനം ഉണ്ടല്ലോ, അതുപോലെ ഒരു ഐറ്റമാണ് മലയാളത്തിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ധനഞ്ജയ് ശങ്കർ ഗൈസ്. അയാളുടെ ഫസ്റ്റത്തെ പടമാണെന്ന് ഈ സിനിമ കണ്ട അയാളുടെ ഫസ്റ്റത്തെ പടമാണെന്ന് ആരും പറയില്ല. എന്താ അത് ഗൈസ്, അയാൾ പുള്ളി ഒരു ഫാൻ ബോയ്, രണ്ടുപേർക്കും ഫാൻ ബോയ് സാധനം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ദിലീപ് ഏട്ടൻ്റെ അഴിഞ്ഞാട്ടം തന്നെയാണ് ഫസ്റ്റ് ഹാഫ്. ജിപ്സി ഓടിച്ചിട്ട് വരുന്ന ദിലീപ് ഏട്ടൻ്റെ ആ ഒരു സോങ് ഉണ്ട്. അത് നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ്, ഞാൻ ഏത് സോങ്ങാണെന്നും പറയുന്നൊന്നുമില്ല. അയ്യോ ഗൈസ് തിയേറ്റർ കത്തി. ഞാൻ ഓൾറെഡി സിനിമ കാണുമ്പോൾ 3 ഫാൻസ് ഉണ്ട്. ആരുടെ ഫാൻസ്, വിജയേട്ടൻ്റെ ഫാൻസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ ഫാൻസും ഉണ്ടായിരുന്നു. ബട്ട് അയ്യോ ഗൈസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് ആയിരുന്നു. ആ ജിപ്സി വെച്ചിട്ടാണ് ഈ മൂവി ഹൈപ്പ് കയറ്റിയത്. ആ പകുതി ഈ സിനിമ എൻഡി വരെയും ആ ജിപ്സിയുടെ ആ ഒരു ഇതുണ്ട്. പിന്നെ ഗൈസ് ഇതിലൊരു വിജയ് ഓളം തന്നെയുണ്ട്. വിജയ് അണ്ണൻ്റെ ഒരു റെഫറൻസ് ഇല്ലെങ്കിൽ വിജയ് അണ്ണൻ്റെ ആ ഒരു തൊട്ടില്ല ആ എന്ന് പറയുന്ന പോലെ പേര് വെച്ചിട്ടുള്ള ഒരു കളിയുണ്ട്. വിജയുടെ പേര് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അണ്ണൻ്റെ പേര് പറഞ്ഞാൽ തന്നെ തിയേറ്റർ കത്തും, പേര് കാട്ടിയാൽ തന്നെ തിയേറ്റർ കത്തും, അതായത് പേര് പറഞ്ഞാലും അതിലേറെ കത്തും. അപ്പോൾ ഗൈസ് അങ്ങനെ ഒരു ഇതുണ്ട്, റെഫറൻസ് കളിയാണ്. അപ്പോൾ ഗൈസ് അത് നമ്മൾ പറഞ്ഞു വന്നത് ദിലീപ് ഏട്ടൻ ഫസ്റ്റ് ഹാഫ് അയാളുടെ അഴിച്ചു വിട്ടിരിക്കുകയാണ് പറയില്ലേ. ദിലീപ് ഏട്ടൻ ഷോ തന്നെയായിരുന്നു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലുണ്ട്, ബട്ട് ഫസ്റ്റ് ഹാഫ് തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം ദിലീപ് ഏട്ടൻ. സെക്കൻഡ് ഹാഫിലേക്കാണ് നമ്മുടെ റിയൽ OG മോഹൻലാൽ വരുന്നത് ഗൈസ്. ലാലേട്ടൻ്റെ പുതിയൊരു ടൈറ്റിൽ റിയൽ OG മാത്രമല്ല വേറൊരു പേരും കൂടി ഉണ്ട് ഈ ഒരു മൂവിക്ക്. അപ്പോൾ റിയൽ OG ദ മോഹൻലാൽ നല്ലൊരു എന്താ പറയുക ഒരു 14-15 വർഷങ്ങൾക്ക് ശേഷം ഇവർ രണ്ടുപേരുടെ കോംബോ കാണാനായിട്ടാണ് ഞാൻ ആദ്യം എക്സൈറ്റഡ് ആയി ഈ മൂവിക്ക്.
ഗൈസ് ഏട്ടനും അനിയനും ആ ഒരു കോംബോ സത്യം പറഞ്ഞാൽ തിയേറ്റർ കത്തി. ഇവർ രണ്ടുപേരുടെ ആ കോമ്പിനേഷൻ വന്നപ്പോൾ തന്നെ നല്ലൊരു തിയേറ്റർ ബ്ലാസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. എനിവേ ഒരു എന്താ പറയുക, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ലാലേട്ടനാണ് ഇവർ ഈ ഒരു മൂവിയിൽ പ്ലേസ് ചെയ്തത്. അതുപോലെ ഈ നമ്മളെ എന്താ പറയുക, ഈ ഇടയിൽ തുടരും, അതുപോലെ എമ്പുരാൻ, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇനി വരാൻ പോകുന്നത് ഋഷഭ, അങ്ങനത്തെ ഉള്ളൊരു മൂവി അല്ലാതെ ഇനി വരാൻ പോകുന്നത് ഇല്ലെങ്കിൽ ആ ഒരു ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ക്യാരക്ടറാണ് നമ്മുടെ ലാലേട്ടന് കൊടുത്തിരിക്കുന്നത്. അത് പൊളിച്ചടുക്കി തൂക്കി. സെക്കൻഡ് ഹാഫൊക്കെ വേട്ടനും അനിയനൊക്കെ തൂക്കി. ഇൻട്രോ സീനും പൊളിച്ചടുക്കി, ഒന്നും പറയാനില്ല. ഇൻട്രൊഡക്ഷൻ ആയാലും സോങ്. പിന്നെ ഗൈസ് വെയിറ്റ്, ഇതിൻ്റെ അടുത്ത് സോങ്ങിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. സോങ് ഈ ഇടയിൽ നമുക്ക് റിയാക്ഷൻ, എനിക്ക് കുറച്ച് വർക്കുള്ള കാരണം നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മറ്റേ അഴിഞ്ഞാട്ടം തുടങ്ങിയാൽ അവരുടെ ഒരു സോങ് വന്നിട്ടുണ്ടായിരുന്നു ബബുബയുടെ ഒഫീഷ്യൽ, ചിലവർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ബോറാണ്. മറ്റേതാണ് ഷാഹുർ റഹ്മാനൊക്കെ ഒരുപാട് കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മ്യൂസിക് കാര്യങ്ങളിൽ. ആ സോങ് ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു ലാപ്പിൽ. അപ്പോൾ എനിക്ക് വലിയൊരു ഏകദേശം തിയേറ്ററിൽ നല്ലൊരു ബ്ലാസ്റ്റ് തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ നല്ലൊരു ഇത് കിട്ടും, ബീറ്റ് കിട്ടും. ഇപ്പോൾ ഇത് നമുക്ക് ഫോണിലും ലാപ്പിലും കണ്ടുപോയാൽ അതിൻ്റെ ഒരു ഇത് കിട്ടിയില്ലെങ്കിലും ഒരു ബ്ലാസ്റ്റ് ആയിരിക്കും ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പൂരപ്പറമ്പായി. ഈ ഇപ്പുറത്ത് കൊച്ചു കുട്ടികളും അതുപോലെ അമ്മമാരും അതുപോലെ ഈ അവൻ്റെ ഒരു ഫാമിലിയില്ല, ഫാമിലിയിലത്തെ കുറച്ച് ആൾക്കാരും അതുപോലെ തന്നെ പരീക്ഷയ്ക്കാണെന്ന് കരുതിയൊന്നുമില്ല. പിള്ളേർ സെറ്റ് ഉണ്ടായിരുന്നു, പിള്ളേരുണ്ടായിരുന്നു, വലിയേട്ടന്മാരുണ്ടായിരുന്നു. അങ്ങനെ ഈ ഫുൾ ക്രൗഡ് മൊത്തം ഡാൻസ് ആയിരുന്നു. അഴിഞ്ഞാട്ടം എന്ന സോങ് ഞാനും പിന്നെ കളിച്ചു. ഗൈസ് അവരും കളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റില്ല, ഞാനും പോയി കളിച്ചു ഗൈസ്. ആ ഒരു സോങ് ഞാൻ റിയലി എൻജോയ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ എടുത്തു വരാനുള്ളതാണ്, ഇതിലൊരു ഫൈറ്റ് സീൻ വരുന്നതിൽ നമ്മുടെ ദിലീപേട്ടൻ്റെ ഒരു സോങ് ഉണ്ട്. അത് സർപ്രൈസ് ആണ്, നിങ്ങൾ കണ്ടാലും മതി. സോന എന്ന സോങ് ഉണ്ട്, അതിലേറെ വേറൊരു സോങ് കൂടി ഉണ്ട്. അപ്പോൾ ഗൈസ് അതൊക്കെ കൂടി വന്നപ്പോൾ ഗൈസ് തിയേറ്റർ പൂരപ്പറമ്പാക്കിയിട്ടാണ്. സോങ് വെച്ചിട്ടുള്ള ഒരു അയ്യര് കളി എന്നൊക്കെ പറയില്ലേ, പഴയ സോങ്ങിൻ്റെ, അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് ഓൾമോസ്റ്റ് എല്ലാ മൂവീസിലും. ലേറ്റസ്റ്റ് ഇറങ്ങുന്ന മൂവി ലിയോയിലൊക്കെ ആയാലും ആ പഴയ ഒരു സോങ്, ഹിറ്റ് സോങ്സിനെയൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. അതുപോലെ ഒരു സംഭവമാണ് ഇതിലും. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. അതുപോലെ ലാലേട്ടനും അനിയനും കൂടി കത്തിച്ചു. ബാക്കിയുള്ള ഇത് പറഞ്ഞാൽ ബൈജു ചേട്ടൻ, അതുപോലെ തന്നെ നോബി ചേട്ടനുണ്ട്, അതുപോലെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. നൂറിനും അതുപോലെ ഫാൻ റോയും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരാണ് സ്ക്രിപ്റ്റ് ഡയറക്ടർ. അതുപോലെ തന്നെ ശ്രീ ഗോപാലൻ ചേട്ടനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഗൈസ്. അതിലും അല്ലെങ്കിൽ ഈ ഒരു മൂവിയിൽ പുള്ളി ചെറിയൊരു രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്, അതും അടിപൊളിയായിരുന്നു. നമ്മൾ അൺഎക്സ്പെക്റ്റാണ്, ഞാൻ കണ്ടിട്ടുണ്ട്, ക്ലിയർ ആയില്ല എനിക്ക്. പക്ഷേ എന്നാലും ചില സീനിൽ വന്നപ്പോഴാണ് പുള്ളിയാണെന്ന് മനസ്സിലായത്. പുള്ളിയും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എടുത്തു പറയാനുള്ളത് സാൻഡി മാസ്റ്റർ, വിനീത് ചേട്ടൻ, ധ്യാൻ, ഇതൊക്കെ ഇവർ രണ്ടുപേരുടെയൊക്കെ അഴിഞ്ഞാട്ടം. ഓരോ ക്യാരക്ടേഴ്സും ഓരോരോ അവൻ്റെ രീതിയിൽ കൊടുത്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. കാരണം മീൻസ് ഒരാൾക്ക് ഇത്തിരി ലോ ആയിട്ടും കുറച്ച് പേർക്ക് കുറച്ച് കൂടുതലായിട്ട് അങ്ങനെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഓരോരുക്കും ഹൈപ്പിനനുസരിച്ച് ഇല്ലെങ്കിൽ നല്ലൊരു ബീറ്റിനനുസരിച്ച് രണ്ട് നടന്മാരുടെ പിടിച്ച് നിൽക്കാനായിട്ട് ആ ലെവലിൽ കൊടുത്തിട്ടുണ്ട്. ഏട്ടൻ അനിയനും ശരിക്കും ഫസ്റ്റ് ഹാഫിലൊക്കെ നല്ലൊരു ബീറ്റിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അത് ഏട്ടൻ അനിയൻ്റെ ആ ഒരു ഇത് കോംബോ വന്നപ്പോൾ നല്ല രീതിയിൽ കളിയൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ദിലീപേട്ടൻ ഈ ഇടയിൽ നമ്മളെ എന്താ പറയുക, മറ്റേ കേസിൻ്റെ ഭാഗമായിട്ട് ഏട്ടനെ വെറുതെ വിടുകയും ചെയ്തു. കുറ്റക്കാരനല്ലാന്ന് കരുതി എല്ലാവരും വർഷങ്ങളും തോറും എല്ലാവരും ഇങ്ങനെ കുറ്റക്കാരനാണ് ആ രീതിയിലാണൊക്കെ പറഞ്ഞ് ഇല്ലെങ്കിൽ ആ പുള്ളിനെ എന്താ പറയുക ചുറ്റുവിട്ട് വട്ടം കൂടിയിട്ട് ആക്രമിക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓരോ കാര്യങ്ങളും വരുമ്പോൾ, ഇപ്പോൾ ന്യൂസ് ചാനലൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് സത്യം ഏതാണ് അല്ലെങ്കിൽ നോണേത്, നമുക്ക് ഏതാണ് തെറ്റെന്താ ശരിയെന്താ ആർക്കും അറിയില്ല. അത് കാരണം നമുക്ക് ഈ ന്യൂസ് ചാനലിനൊക്കെ കുറേ ദിലീപേട്ടനെ വെച്ചിട്ട് കുറേ അവന്മാർ ഉണ്ടാക്കിയിട്ടുണ്ട്. മീൻസ് മറ്റേ റീച്ചിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കമൻറ്റ് അങ്ങനെ ആയിട്ടുള്ള തെരുവിളിയൊക്കെ ആയിട്ട് ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ ന്യൂസ് ചാനലൊക്കെ ഇട്ട് കളിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അടിച്ച് അണ്ണാക്കിലല്ല ഗൈസ്, അണ്ണാക്ക് തെറ്റിയിട്ടാണ് അന്നനാളത്തിൽ കൊടുത്തു എന്നൊക്കെ പറയില്ല. അത് ദിലീപേട്ടൻ ഈ ഒരു സിനിമയിൽ പറയുന്നുണ്ട് ഗൈസ്. അത് കിട്ടേണ്ടവർക്ക് കിട്ടിക്കോളും. ആ സിനിമ കാണാൻ ഇവരൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമയൊക്കെ ഇവർ കാണാൻ പോകുന്നുണ്ടെങ്കിൽ
അത് നിനക്ക് ഉള്ളതാണ് മോനെ. ആ ഒരു ഡയലോഗ് ഈ ഇടയിൽ ചെറിയൊരു സീനിൽ പറയുന്നുണ്ട്. സോങ്ങിനെ പറ്റി പറയുമ്പോൾ സോങ് നമ്മുടെ ഷാൻ റഹ്മാനാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിയോട് നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത്. സോങ്ങിനെ പറ്റി പറയാനൊന്നുമില്ല, കാരണം ലോജിക്കില്ലാത്ത പരിപാടിയാണ്, മാറ്റ്നസ് പരിപാടിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ബീറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഒരു വരികളും അതിൻ്റെ രീതിയിലൊന്നും എനിക്ക് തെറ്റൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. തിയേറ്റർ ശരിക്കും നല്ലൊരു എൻജോയ്മെൻറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെയായിരുന്നു. നമുക്ക് അത് കിട്ടിയില്ല, നമ്മൾ അതിനൊപ്പം തുള്ളുമായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്കൊരു നല്ലൊരു ബീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോങ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ബീജിയം ഗോപി സുന്ദർ ഈസ് ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഗോപി സുന്ദർ ഈസ് ബാക്ക്. അതാണ് ഗൈസ്, ഗോപി സുന്ദർ തിരിച്ചെത്തിയിരിക്കുന്നു. പുള്ളി നല്ലപോലെ പണിയെടുത്ത് കൊടുത്തിട്ടുണ്ട്, നല്ല വർക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഈ കുറച്ച് ടൈമിൽ 2 മാസത്തിന് 1.5 മാസത്തിനുള്ളിൽ പുള്ളി ചെയ്തൊരു വർക്കുണ്ട്. അത് ശരിക്കും ആ സിനിമ കണ്ടാൽ മനസ്സിലാവും. എനിവേ അതുപോലെ തന്നെ വിഷ്വലി ഗൈസ് ഡയറക്ടറിനെ ശരിക്കും സമ്മതിക്കണം കേട്ടോ. ആളപ്പാടം ഇത് ഫസ്റ്റത്തെ പടമാണെന്ന് കണ്ടാൽ പറയില്ല. അതുപോലെ തന്നെ ഗൈസ് നമ്മളെ ഇതിൽ തമിഴ് ആക്ടറായിട്ട് അഭിനയിച്ച ശരണ്യ പൊന്മന്നൻ, ആ ചേച്ചി നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ക്യാരക്ടറൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല, സിനിമ കണ്ടാൽ മനസ്സിലാവുന്നത് എങ്ങനത്തെയാണ്. വിഷ്വലി ഈസ് ഫ്രെയിം എല്ലാം കൊണ്ടും, കളർ ഗ്രേഡ് എല്ലാം, മ്യൂസിക്, ബീജം, അങ്ങനെ എല്ലാം കൊണ്ടും ഇതായിരുന്നു. എനിക്ക് ചെറിയൊരു പോരായ്മ അല്ലെങ്കിൽ ചെറിയ നെഗറ്റീവായിട്ട് തോന്നിയത് പറഞ്ഞാൽ കുറച്ച് ചെറിയൊരു ഭാഗങ്ങളിൽ ചെറിയൊരു എന്താ പറയുക VFXൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഫയറിൻ്റെ ഒരു VFXൻ്റെ ഒരു എറർ ഉണ്ടായിരുന്നു. എറർ എന്ന് പറഞ്ഞാൽ മീൻസ് ആ ഒരു VFX ഇല്ലെങ്കിൽ അത് ശരിക്കും എനിക്ക് സൂട്ടായില്ല എന്ന് പറയാം. VFXൻ്റെ ചെറിയൊരു ഇതുണ്ടായിരുന്നു, ഫയർ എഫക്റ്റിൻ്റെ ഒരു ഇതിൽ VFXൻ്റെ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു. ബട്ട് അതൊഴിച്ച് ബാക്കി എല്ലാം കൊണ്ടും ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത മൂവിയാണ് ബബ്ബബ്ബ. ഈ 2025 ഞാൻ കാത്തിരുന്ന മൂവി ഞാൻ കണ്ടു, എൻജോയ് ചെയ്തു. ഇതിന് അടുത്ത ഒരു 4-5 ഇനി ഒരാഴ്ച ഉള്ളൂ, ഇനി അടുത്ത വർഷമാകാൻ 2026 ആകാൻ. ഇതിലൊരു ഡയലോഗും കൂടി പറയുന്നുണ്ട്, ഏട്ടനും അനിയനും ഈ 2025 തൂക്കിയിരുന്നു. അപ്പോൾ അതുപോലെയാണ് ഞാനും പറയുന്നത്. ഇത് അല്ലെങ്കിൽ ഈ 2 കോംബോ 14 വർഷങ്ങൾക്ക് ശേഷം കണ്ടതിന് ശേഷം നമ്മൾ എൻജോയ് ചെയ്ത് നമ്മൾ പറയാൻ പോകുന്നത് അത് തന്നെയാണ്. ഇവരും ഇല്ലെങ്കിൽ ഏട്ടനും അനിയനും തിയേറ്ററിലും ഇല്ലെങ്കിൽ ഈ ഒരു സീസണിൽ 2025 അവസാനം ഡിസംബർ ക്രിസ്മസ് ഏട്ടനും അനിയനും തൂക്കിന്ന് എനിക്ക് അതേ പറയാനുള്ളൂ. വന്നുകൊണ്ടിരിക്കുന്നു, പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് വന്നിരിക്കുന്നത്. എനിവേ സിനിമയിൽ കിട്ടിയിരിക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ്. അതുപോലെ തന്നെ ഇത് ഒരുപാട് വലിയൊരു ബഡ്ജറ്റ് വന്നൊരു പടമാണ്. അതുപോലെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ ആക്ടേഴ്സും ഒരുപാട് തരംതിരിയുണ്ട്. എടുത്ത് പറയാനായിട്ടുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നമ്മളെ എന്താ പറയുക, ഒരുപാട് തരംതിരിയുണ്ട്. ഇതിൽ നമ്മൾ ഇപ്പോൾ KGF ആയാലും മറ്റേ സലാർ ആയാലും അങ്ങനെ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്, അന്യഭാഷ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലിയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ബീറ്റ് അറിയാം, പീക്ക് സാധനം അറിയാം. അത് മലയാളത്തിൽ കിട്ടുക പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. ആ സാധനം തന്നെയാണ് ഇത് ഉള്ളത്. KGF ഒക്കെ ആണെന്ന് പറയുന്നത് മലയാളത്തിൽ KGF ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ഒരു മൂവിനെ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ അഭിപ്രായമാണ്. ഞാൻ ശരിക്കും റിയലി എൻജോയ് ചെയ്ത് കണ്ട ഒരു മൂവിയാണ് ബബ്ബബ്ബ. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 150 രൂപ ടിക്കറ്റ് എടുത്ത് നിങ്ങൾ തീർച്ചയായിട്ടും പോകാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്തിട്ട് വരാൻ പറ്റിയൊരു മൂവി തന്നെയാണ് ബബ്ബബ്ബ. എനിവേ നിങ്ങൾ വേറെവനൊക്കെ കേട്ടിട്ട് നെഗറ്റീവും കേട്ടിട്ട് വെറുതെ ഇരിക്കാണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കാണേണ്ട പടം തന്നെയാണ് ബബ്ബബ്ബ. തീർച്ചയായിട്ടും പോയി കാണുക, എൻജോയ് ചെയ്യുക, വരിക, അത്രേ പറയാനുള്ളൂ. അത് പറയുക ഓൾമോസ്റ്റ് വിജയ് ഫാൻസിനും ആഘോഷിക്കേണ്ട മൂവി തന്നെയാണ് ബബ്ബബ്ബ. നിങ്ങളൊരു വിജയ് ഫാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പോയി എൻജോയ് ചെയ്യാം, അതിനുള്ള സാധനം ഇതിലുണ്ട്. പക്ഷേ ഇത് ഓവറോൾ ദിലീപേട്ടൻ ഷോ തന്നെയായിരുന്നു. ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ് ഏട്ടൻ വന്ന് തൂക്കി. അതുപോലെ തന്നെ എൻഡിൽ ഏട്ടൻ അനിയും കൂടി കത്തിച്ചു. അതാണ് ബബ്ബബ്ബ. അപ്പോൾ ഗൈസ് ഇതിൽ ഒരുപാട് സന്തോഷം ഗൈസ്, റിയലി എൻജോയ് ചെയ്ത് നിങ്ങൾ മസ്റ്റ് വാച്ച് ഓൺ തിയേറ്റർ എക്സ്പീരിയൻസ് ഗൈസ്. തിയേറ്ററിൽ തന്നെ പോയി കാണാം. OTT ഒന്നും വന്നിട്ടൊന്നും ഇതിലുണ്ടായില്ല, ഒരു ഇമ്പാക്റ്റ് കിട്ടില്ല. തിയേറ്ററിൽ തന്നെ പോയി കാണാം, മസ്റ്റ് വാച്ച് ഓൺ തിയേറ്റർ ഗൈസ്. നോ ലോജിക്, ഓൺലി മാൻസ്. പിന്നെ അപ്പോൾ ഗൈസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല റിയാക്ഷൻ വീഡിയോസോ അല്ലെങ്കിൽ മൂവി റിലേറ്റഡുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് അടുത്ത് വിളിക്കണം. അഭിജിത്ത് സൈനിങ് ഔട്ട്.